അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഇച്ചു വ്ളോഗ്. അപ്പോൾ എന്തെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗും പറയുന്ന ഒരു സ്പെഷ്യലാണ്. ഞാൻ കുറേ ഡേയ്സായി ഞാൻ വ്ളോഗൊന്നും ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ടായതാണ്. ഇന്നാണ് എൻ്റെ അനുജൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ആൾക്കിട്ട സർപ്രൈസും പിന്നെ അന്നത്തെ ഫുൾ വ്ളോഗും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ടാക്കുക, സബ്സ്ക്രൈബ് ആക്കുക. അങ്ങനെ രാവിലെ തന്നെ ഓനില്ലാത്ത ടൈമിൽ ഞാൻ അടുത്ത് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് ഗൈസ് വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് തന്നെ. ഓനില്ലാത്ത ടൈമിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓന് വരുന്നതായിട്ട് മുമ്പ് നമുക്ക് റൂമിൽ എത്തണം ചെയ്യണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സിങ് എന്തെല്ലാം ഞാൻ എടുക്കാൻ വിചാരിച്ചു അതെല്ലാം എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ അവിടുന്ന് തന്നെ എനിക്ക് പാക്കാക്കിയിട്ട് കിട്ടിയിട്ട് ഞാൻ നേരെ നടക്കാൻ തുടങ്ങി. ഒറ്റയ്ക്ക് തന്നെ നടക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ബോറിംഗ് ഉണ്ട്. പിന്നെ എന്താക്കല്, ഞാൻ ആദ്യമായിട്ടാണ് അനുജൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ നടക്കുന്നത്. ഓനക്ക് സർപ്രൈസ് കൊടുക്കുന്നുണ്ട്, ഞാൻ എന്നെ പോയല്ലേ പറ്റൂ. അങ്ങനെ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനെല്ലാം ഓനക്ക് എന്തെല്ലാം മേടിയിട്ടുണ്ട് അതെല്ലാം ഞാനിങ്ങനെ പാക്കാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഫസ്റ്റ് കാണുമ്പോൾ അറിയേണ്ടാത്ത അപ്പോൾ ആ ഒരു ഫ്ലോ പോയില്ലേ, അതിങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുക. അപ്പോൾ ഈ ഒരു സാധനം ചെല്ലുന്ന എനിക്ക് ഫേവറേറ്റാണ്. അത് അനുസരിച്ചിട്ട് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ കവർ ഞാനിങ്ങനെ ചുറ്റിയിട്ടുണ്ടത് കൈ. അപ്പോൾ ഒരു പൊട്ടിക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും നമുക്ക് പൊട്ടിക്കാൻ പറ്റാത്ത പോലെ. അങ്ങനെ ഞാൻ എൻ്റെ ഈ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ നിന്ന് തന്നെ പാക്കാക്കിയിട്ട് കിട്ടുന്നുണ്ട്, എനിക്ക് പാക്കാക്കേണ്ട ആവശ്യമില്ല. അതിനുകൊണ്ട് ആ ഒരു പണി കുറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഉച്ച ആ ഒരു ടൈമിലാണ് ഞാൻ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടോ റൂമിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ. അങ്ങനെ 1 മണി ആയിട്ടുണ്ട്. റൂമിലേക്ക് അളത്തി ഓനക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒന്നുണ്ടെന്ന് ഇത് ഡൗട്ട് ഉണ്ടായിന്, പക്ഷെ എന്തെന്നറിയില്ലല്ലോ. അങ്ങനെ ആൾ നല്ല ഹാപ്പി ആയിരുന്നു ഗൈസ്, സർപ്രൈസ് ആയിക്കിടും. ഡ്രസ് എങ്ങനെ ഇടാതെ നോക്കിയാൽ മതി, ജസ്റ്റ് കുടിച്ചിട്ട് നോക്ക്. പൊട്ടിക്ക്, അതൊരു ടാസ്ക്. പൊട്ടിക്ക്. അതിലേക്കിടണ്ട കേക്കിലേക്ക്. അത് ടാസ്ക്. സബൂറില്ല. അങ്ങനെ നമ്മളെ സർപ്രൈസിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൊന്ന് പുറത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് അനുവിൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത്. അങ്ങനെ ആടെ പോയിട്ട് നമ്മളുടെ വീഡിയോ ആണ് ഗൈസ് ഇനിയുള്ളത്. അങ്ങനെ അവിടുത്തെ പരിപാടിയിൽ കഴിഞ്ഞിട്ട് അനുജ് വന്നിട്ടുണ്ട്. ഇത് ഫ്രണ്ട്സ് കൊടുത്ത ഷർട്ടാണ് ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് 2 പീസ് കേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്തായിട്ടും പോകാൻ ഇറങ്ങിയിട്ടല്ലേ ഉണ്ടായാൽ. അങ്ങനെ നമ്മൾ നേരെ വിട്ടു ഗൈസ് എടുക്ക് മൗസിലേക്ക്. എന്താ വെച്ചാൽ ബർത്ത്ഡേക്ക് മൗസിലേക്ക് പോയില്ല, ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഞാൻ വീഡിയോ കണ്ടിട്ടാണ് അവിടെ പോയത്. ബർത്ത്ഡേ ബോയ്ക്ക് അവിടെ ഫ്രീ ആണ് ഗൈസ്, അവൽ മിൽക്ക് മാത്രമാണ് കേട്ടോ കിട്ടുക. അങ്ങനെ നമുക്കെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുച്ചക്ക് മാത്രം ഫ്രീ അവൽ മിൽക്ക്.
അങ്ങനെ നമ്മളെല്ലാം കഴിച്ച് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായ ഓരോരോ ഫ്ലേവറിൽ വരുന്നതാണ്. അങ്ങനെ ഓർഡർ ആക്കിയ അവിൽ മിൽക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് നോർമൽ അവിൽ മിൽക്കും ഒന്ന് ചക്കേൻ്റെ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഒന്ന് ഫ്രൂട്ട്സിനും പിന്നെ ബൂസ്റ്റിനും. അങ്ങനെ 4 ഫ്ലേവറിലുള്ളതാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. 4 നല്ല രസമുണ്ടായിന്. പിന്നെ ഐസ്ക്രീം ഇല്ലാത്തത് എടുക്കുന്നതാണ് നല്ല ബെറ്റർ. എന്ന് വെച്ചാൽ ഭയങ്കരത്തിൽ മധുരം ഉണ്ടാകും. അങ്ങനെ അവിൽ മിൽക്കെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വിട്ടു ഗൈസ്. അങ്ങനെ പോകുന്ന വഴിക്ക് അനുച്ചൊക്കെ രാവിലെ ഓഫീസിൽ നിന്ന് ജസ്റ്റ് ഒരു പ്രാങ്ക് കിട്ടി. ഞാൻ ബർത്ത്ഡേൻ്റെ ആ ഒരു വീഡിയോ നോക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായി. അങ്ങനെ നമ്മൾ പോകുന്നത് നേരെ കോഴിക്കോട് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് തന്നെ വിട്ടു ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോത്തിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.